ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവിധ കേന്ദ്ര സംസ്ഥാന കമ്മീഷനുകളെ കുറിച്ചാണ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളിലുമുള്ള വിവിധ കമ്മീഷനുകളെ കുറിച്ചാണ്. അവ നിലവിൽ വന്ന വർഷം, അവയുടെ ആദ്യത്തെ കമ്മീഷൻ ആരാണ്, ഇപ്പോഴത്തെ കമ്മീഷൻ ആരാണ്, എത്ര അംഗങ്ങളുണ്ട്, അവയുടെ ആസ്ഥാനം എന്തൊക്കെയാണ് എന്നീ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിവിധ കേന്ദ്ര സംസ്ഥാന കമ്മീഷൻ. വീഡിയോ കണ്ട ശേഷം വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. എന്താണ് മനുഷ്യാവകാശം എന്നറിയോ? ഭരണഘടനയിലോ അന്താരാഷ്ട്ര പ്രഖ്യാപനത്തിലോ ഉറപ്പു നൽകുന്നതും വ്യക്തികളുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും അന്തസ്സിനുമായുള്ളതും മാനുഷികമായ ഏതൊരു അവകാശത്തെയും മനുഷ്യാവകാശമെന്ന് വിളിക്കാം. ഇന്ത്യയിൽ ഇത്തരം അവകാശങ്ങളുടെ പരിരക്ഷ മുൻനിർത്തി രൂപം നൽകിയ സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല. മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാനായിട്ട് വരിക. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഒരു ജസ്റ്റിസും കമ്മീഷന്റെ അംഗമായിരിക്കും. സംസ്ഥാന ഹൈക്കോടതി പ്രതിനിധീകരിച്ച് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവും ഉണ്ടാവുക. ഇനി നോക്കൂ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നോക്കാം. കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിശദ വിവരങ്ങളാണ് ഇതിലുള്ളത്. നോക്കൂ, മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്രത്തിൻ്റേത്. ആദ്യം നിലവിൽ വന്നത് എപ്പോഴാണെന്നറിയോ? 1993 സെപ്റ്റംബർ 28 നിയമം വന്നത്. അത് പ്രാബല്യത്തിൽ നിലവിൽ വന്നത് 1994 ഒക്ടോബർ 12. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1994 ഒക്ടോബർ 12. നിയമം വന്നത് 93 സെപ്റ്റംബർ 28. അതേപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത് ചോദിച്ചാൽ 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും സുപ്രീം കോടതിയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അവർക്കുള്ള കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്, അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ എന്നതാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 5 വർഷം കാലാവധി ഉണ്ട്, അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് അതിൻ്റെ കാലാവധി. അതിൽ അംഗങ്ങളൊക്കെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാനും 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 പേരാണ് അംഗങ്ങളായിട്ട് ഉണ്ടാവുക. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. എവിടെയാണ്? മാനവ് അധികാർ ഭവനാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമായിട്ട് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. അതേപോലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് അറിയോ? രംഗനാഥ് മിശ്രയായിരുന്നു ആദ്യത്തെ ചെയർമാൻ. തൊട്ടുള്ളത് എം.എൻ. വെങ്കിട ചെല്ലയ്യാണ് രണ്ടാമത്തെ ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ എം.എം. പരുശുപിള്ളയാണ് ആദ്യത്തെ ചെയർമാനായിരുന്നത്. ഇനി നോക്കി ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് നോക്കാം. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എച്ച്.എൽ. ദത്തു ആണ്. ആരാണ്? എച്ച്.എൽ. ദത്തു ആണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അതേ സ്ഥാനത്ത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആൻ്റണി ഡൊമിനിക്കാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാതെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ആരാണ്? എച്ച്.എൽ. ദത്താണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആൻ്റണി ഡൊമിനിക്കാണ്. നിലവിൽ വന്നത് എപ്പോഴാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. എന്നാൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ 94 ഒക്ടോബർ 12. ഇനി കുറച്ച് അധിക വിവരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെയർമാൻ എച്ച്.എൽ. ദത്താണ് പറഞ്ഞു അല്ലേ. ഇനി അതിൽ അംഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ്, ജസ്റ്റിസ് ഡി മുരുകേശൻ, ശ്രീ ഗുരു, ശ്രീമതി ജ്യോതിക കലറ എന്നിവരാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് വരുന്നത്. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നോക്കൂ, ഇനി അടുത്തത്
വനിതാ കമ്മീഷനാണ്. ഏതാണ്? വനിതാ കമ്മീഷനാണ് അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. വനിതാ കമ്മീഷൻ ആരംഭിച്ചത് എപ്പോഴാണെന്നറിയോ? 1992 ജനുവരി 31 അത് നിലവിൽ വന്നത്. നിയമം വന്നത് 1990 വനിതാ കമ്മീഷൻ്റെ നിയമം വന്നത്. ഇനി അതേ സ്ഥാനത്ത് സംസ്ഥാന വനിതാ കമ്മീഷനാണെന്നുണ്ടെങ്കിൽ 1995 സെപ്റ്റംബർ 9 നിയമം വരികയും 96 മാർച്ച് 14 നിലവിൽ വരികയും ചെയ്തു. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 96 മാർച്ച് 14 നിലവിൽ വന്നത്. 95 സെപ്റ്റംബർ 9 നിയമം കൊണ്ടുവരികയാണ് ചെയ്തത്. കേന്ദ്ര വനിതാ കമ്മീഷൻ എപ്പോഴായിരുന്നു? 90 നിയമം വന്നു. അതുപോലെ 92 ജനുവരി 31 നിലവിൽ വന്നു. അതിൻ്റെയും അതേപോലെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. വനിതാ കമ്മീഷൻ, കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി അതേപോലെ അതിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ അംഗങ്ങൾ 6 അംഗങ്ങളാണ് ഉള്ളത്. കേന്ദ്ര വനിതാ കമ്മീഷനിൽ 6 അംഗങ്ങളാണുള്ളത്. സംസ്ഥാന വനിതാ കമ്മീഷനിലത് 5 അംഗങ്ങളായിട്ട് ചുരുങ്ങും. ഇനി ഇതിൻ്റെ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നിർഭയ ഭവനാണ്. എവിടെയാണ്? നിർഭയ ഭവനാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. കേരള വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ, കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു അറിയോ? ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക്, പിന്നെ മോഹിനി ഗിരി, ജയന്തി പട്നായിക് എന്നിവരാണ് 1ഉം 2ഉം വനിതാ കമ്മീഷൻ ചെയർമാനായിരുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ, ആദ്യത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ സുഗതകുമാരിയായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ ആദ്യത്തേത്. അതേപോലെ വനിതാ കമ്മീഷൻ, കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ രേഖാ ശർമ്മയാണ് ഇപ്പോഴത്തെ കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തേത് MC ജോസഫൈനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത്. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവരാവകാശ കമ്മീഷനാണ്. എന്താണ് വിവരാവകാശ കമ്മീഷൻ? അതിനു മുമ്പ് എന്താണ് വിവരാവകാശ നിയമം എന്നറിയോ? ഇന്ത്യയിലെ സർക്കാർ ഭരണനിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്ന 2005 ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം 2005, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇത് 2005 ജൂൺ 15 പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ നിയമം 2005 ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വരുന്നത്. ഈ നിയമത്തിൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുവാനായി എല്ലാ ഓഫീസുകളിലും പൊതുവിവരണ അധികാരികളെ നിയമിക്കണമെന്നും മേൽനോട്ടത്തിനായി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കമ്മീഷനുകളെ നിയമിക്കണമെന്നും ഏതൊരു ഭാരതീയ പൗരനും വിലക്കപ്പെട്ട ചുരുക്കം ചില വിവരങ്ങൾ ഒഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സർക്കാർ സഹായം പറ്റുന്ന മറ്റു സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഏതൊരു രേഖയും നിശ്ചിത തുകയടച്ച് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണെന്ത്? വിവരാവകാശ നിയമം എന്നത്. ഈ വിവരാവകാശ നിയമത്തിന് മുൻഗാമി എന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് ഈ വിവരാവകാശ നിയമത്തിന് മുൻഗാമിയായിട്ട് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. 1997 ഇനി വിവരാവകാശ നിയമം നിലവിൽ വരാൻ വേണ്ടി പ്രയത്നിച്ച സംഘടന ഏതാണ് ചോദിച്ചാൽ കിസാൻ മസ്ദൂർ ശക്തി സദൻ ആണ്. കിസാൻ മസ്ദൂർ ശക്തി സദൻ ആണ് വിവരാവകാശ കമ്മീഷൻ വരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന. ചെയർമാൻ അടക്കം 11 അംഗങ്ങളാണുള്ളത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. നിയമം വന്നത് 2005 ജൂൺ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നത് 2005 ഡിസംബർ 19. ഓക്കെ. ഇനി അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അതേത് തന്നെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയും കാലാവധിയായിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ നോക്കൂ, അതിൽ അംഗങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷനും 10ൽ കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. അതേപോലെ സംസ്ഥാന തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും അതിൽ 10ൽ കൂടാതെയുള്ള അംഗങ്ങളും ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നോക്കൂ ഇതിൻ്റെ ആസ്ഥാനം. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവനാണ്. CIC ഭവൻ. അതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷൻ ആരാണെന്നറിയോ? വജാഹത്ത്
ഹബീബുള്ള, വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ. രണ്ടാമത്തേത് AN തിവാരിയാണ് രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷൻ. അതേപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ആരാണ് ചോദിച്ചാൽ ആദ്യത്തേത് ആരാണ് ചോദിച്ചാൽ പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ. മനസ്സിലായാലോ? ഇതിൽ തർക്കമില്ലല്ലോ. ഇനി അടുത്തതിൽ വിവരാവകാശ കമ്മീഷനിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് ചോദിച്ചാൽ ബിമൽ ജുൽക്കയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഈ കഴിഞ്ഞ ദിവസം മാറിയതാണ്. രാജീവൻ എച്ച് ആണ് ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇത്രയുമാണ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇനി നമുക്ക് നേരിട്ട് അതിൽ പട്ടികയിലേക്ക് പോകാം. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 മുതലാണ് നിലവിൽ വന്നത്. ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 മുതൽ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിൻ്റെ കാലാവധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര തലത്തിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി. സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. പുറത്തു വയ്ക്കുക, ചെറിയൊരു വ്യത്യാസമാണ്, മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കൂടിയാണ്. ഒരു ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ചാൽ അയാൾക്കുള്ള കാലാവധി എത്രയാണ്? കേന്ദ്ര തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വർഷം കാലാവധി ഉണ്ട് അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന തലത്തിലാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ആൾക്ക് കാലാവധി. ഇനി ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗങ്ങൾ എത്രയാണ് ചോദിച്ചാൽ കേന്ദ്ര തലത്തിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗങ്ങൾ 5 പേരാണ് ഉള്ളത്. ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ നിർവാചൻ സദനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അതേപോലെ തന്നെ ആദ്യത്തെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആരാണ് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ് ആദ്യ ഇലക്ഷൻ കമ്മീഷൻ. രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷൻ കല്യാൺ സുന്ദരമാണ് രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷൻ. അതേപോലെ ഈ സംസ്ഥാന തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഇലക്ഷൻ കമ്മീഷൻ MSK രാമസ്വാമി. ആരാണ്? MSK രാമസ്വാമിയാണ് സംസ്ഥാന തലത്തിലുള്ള ആദ്യ ഇലക്ഷൻ കമ്മീഷൻ. ഇനി നോക്കൂ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരാണെന്നറിയോ? സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്മാരിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ഭാസ്കറാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്, കേന്ദ്ര സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നോക്കൂ, ധനകാര്യ കമ്മീഷനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അടുത്തെന്താണ്? കേന്ദ്ര സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പരിശോധിക്കാൻ പോകുന്നത്. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 മാർച്ച് 15-നാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. എപ്പോഴാണ്? 1951 മാർച്ച് 11-ന്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994-ലാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. രണ്ടിൻ്റെയും കാലാവധി 5 വർഷം തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഓരോന്നിലെ അംഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ 5 അംഗങ്ങളും സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ 3 പേരുമാണ് ഉള്ളത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം ജവഹർ വ്യാപാർ ഭവനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നറിയോ? KC നിയോഗിയാണ്. രണ്ടാമത്തേത് K സന്താനമാണ് രണ്ടാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇനി അതേപോലെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ചോദിച്ചാൽ NK സിംഗ്. അദ്ദേഹത്തിൻ്റെ കാലാവധി 2020 മുതൽ 2025 വരെയാണ്. 15ാമത് ധനകാര്യ കമ്മീഷനാണ് NK സിംഗ്. മനസ്സിലായോ? സംസ്ഥാന തലത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ് ചോദിച്ചാൽ PA എബ്രഹാമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ PA പ്രകാശാണ് ഇപ്പോഴത്തെ കേരള ധനകാര്യ കമ്മീഷൻ.
അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആരാണ് പറഞ്ഞത്? NK സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി എപ്പോഴാണ് ആൾ ജോയിൻ ചെയ്തത്? 2020 20 മുതൽ 25 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. 15ാമത് ധനകാര്യ കമ്മീഷനാണ്, കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ് NK സിംഗിൻ്റേത്. ഓക്കെ, ഇത്രയുമാണ് കേന്ദ്ര സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ചും അതുപോലെ തന്നെ പിന്നോക്ക വികസന കമ്മീഷനെ കുറിച്ചുമാണ്. നമുക്ക് ആദ്യം ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പരിശോധിക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 നിലവിൽ വന്നത്. 2004 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത്. അവരുടെ കാലാവധി 3 വർഷമാണ്. ഓക്കെ, അതിൽ അംഗങ്ങൾ എത്ര പേരാണ്? 5 പേരാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. അവരുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ലോക് നായക് ഭവനാണ്. ലോക് നായക് ഭവനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആസ്ഥാനം. ആദ്യത്തെ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ സൂരജ് ബാനാണ്. സൂരജ് ബാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ബ്യൂട്ട് സിംഗ് ആണ്. ബ്യൂട്ട് സിംഗ്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ രാംശങ്കർ കത്താരി. എന്താണ്? രാംശങ്കർ കത്താരിയ ആണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. രാംശങ്കർ കത്താരിയ. മനസ്സിലായോ? ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ വേറെയാണ്, പട്ടികവർഗ കമ്മീഷൻ വേറെയാണ്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004 തന്നെയാണ്. അവരുടെയും കാലാവധി 3 വർഷം തന്നെയാണ്. അംഗങ്ങളുടെ എണ്ണവും സെയിം തന്നെയാണ്, 5 തന്നെയാണ്. അവരുടെ ആസ്ഥാനം ഏതാണ്? ലോക് നായക് ഭവൻ തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെയും ആസ്ഥാനമായിട്ട് വരുന്നത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. രണ്ടാമത്തെ ചെയർമാൻ ഊർമിള സിംഗ്. ഏതാണ്? ഊർമിള സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ചോദിച്ചാൽ നന്ദകുമാർ സായ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നന്ദകുമാർ സായ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്. എന്താണ്? കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 നിലവിൽ വന്നത്. അവരുടെ കാലാവധി 3 വർഷം തന്നെയാണ്. ഇപ്പം കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. എത്ര അംഗങ്ങളാണുള്ളത്? അതിലും 5 അംഗങ്ങൾ തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ചോദിച്ചാൽ RN പ്രസാദാണ്. RN പ്രസാദാണ് കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ഭഗവാൻ ലാൽ സാഹ്നിയാണ് കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഭഗവാൻ ലാൽ സാഹ്നി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ന്യൂനപക്ഷ കമ്മീഷനെയും സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചുമാണ്. ന്യൂനപക്ഷ കമ്മീഷൻ അതുപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നോക്കൂ, ആദ്യം നോക്കുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 നിലവിൽ വന്നത്. അത് നിലവിൽ വരാനുള്ള നിയമം കൊണ്ടുവന്നത് 1992 നിയമം വന്നത്. രണ്ടും മാറിപ്പോരുത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം വന്നത് 92 നിലവിൽ വന്നത് 93 അതിൻ്റെ കാലാവധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. എത്ര അംഗങ്ങളുണ്ടെന്നറിയോ? 7 അംഗങ്ങളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലുള്ളത്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആസ്ഥാനം. ആദ്യത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നറിയോ? മുഹമ്മദ് സാദിർ അലി. മുഹമ്മദ് സാദിർ അലിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഇപ്പോഴത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നറിയോ? സായിദ് ഗായറുൽ ഹസൻ റിസ്വിയാണ്. സായിദ് ഗായറുൽ ഹസൻ റിസ്വിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇനി നോക്കൂ, അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ കാലാവധി, അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 4 വർഷമാണ്, അല്ലെങ്കിൽ 65
വയസ്സ് വരെയാണ് അതിൽ അംഗങ്ങളുടെ കാലാവധിയായിട്ട് വരുന്നത്. അതിൽ എത്ര അംഗങ്ങളുണ്ടെന്നറിയും? 3 അംഗങ്ങളാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലുള്ളത്. അതിൽ ആദ്യത്തെ കമ്മീഷണർ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ യു ശ്രീനിവാസ റാവു ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? ആദ്യത്തേത് യു ശ്രീനിവാസ റാവു ആണ്. അതിൻ്റെ ആസ്ഥാനം സത്യാർത്ഥ ഭവനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആരാണ് ചോദിച്ചാൽ സഞ്ജയ് കോത്താരിയാണ്. സഞ്ജയ് കോത്താരിയാണ് ഇപ്പോഴത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ. മനസ്സിലായല്ലോ? അപ്പം ഇത്രയുമാണ് വിവിധ കേന്ദ്ര സംസ്ഥാന കമ്മീഷനുകളെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബായ്.